ഹലോ ഗായ്സ്, എല്ലാവർക്കും യുംനൈ ഹെസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഈദ് മുബാറക്. അപ്പം ഇന്ന് നമ്മൾ ഈദിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം രാവിലെ എണീച്ചു. അപ്പം ഇനി കുളിച്ച് ഡ്രസ്സ് മാറ്റാനുണ്ട്. അപ്പം അതിന് മുമ്പേ നമുക്ക് കുറച്ച് വെളുത്ത് പാറാൻ വേണ്ടിയിട്ട് നൈക്കിൻ്റെ ഗോൾഡ് ഷീറ്റ് ഫേസ് മാസ്ക് ആണ് ഗൈസ്. അപ്പം പെരുന്നാളായ നമുക്ക് വെളുത്ത് പാറാൻ വേണ്ടിയിട്ട് എനിക്ക് ഇങ്ങനത്തൊക്കെ യൂസ് ചെയ്യാം. അപ്പം ഞാനത് ഇന്നലെ ഈദിൻ്റെ സപ്ലൈസൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ആ ഫാൻസി ഷോപ്പിൽ പോയപ്പോൾ വാങ്ങിയതാണ്. ഞാൻ ഉദ്ദേശിച്ചത് വാട്ടർ മെലോണാണ്, ബട്ട് വാട്ടർ മെലോൺ കിട്ടിയിട്ടില്ല എനിക്ക്. നമുക്കിത് മുഖത്തിട്ട് നോക്കാം. ഗൈസ്, ഞാനിത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഫേസ് മാസ്ക് വലുതും എൻ്റെ ഫേസ് ചെറുതായിക്കൊണ്ട് കണ്ട എക്സ്ട്രാ ആയിട്ട് കണ്ട മൊത്തത്തിലാകെ പണിയിട്ടിട്ടുള്ളത്. അപ്പം ഇത് തൽക്കാലത്തേക്ക് ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ കുറേ ചാനലും അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്തിട്ട് തന്നെ റിവ്യൂ ഒക്കെ കണ്ടപ്പോൾ വളരെ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം നമുക്കിത് ട്രൈ ചെയ്യണം നല്ല ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച ഒന്നിക്കലും എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ അങ്ങനെ ആ ഫങ്ഷൻസ് ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഞാൻ പെരുന്നാൾക്ക് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ എൻ്റെ സൗണ്ട് എന്താ മാറി നിങ്ങളൊന്ന് വിചാരിക്കുക. എനിക്ക് പെനിയില്ല 2 ദിവസം. സത്യം പറഞ്ഞാൽ മുഖം മാറിപ്പോയില്ല ഗൈസ്. വെളുത്ത് പറയാൻ മതിയല്ലേ. അപ്പം ഇത് 50 minutes ആണ് വെക്കേണ്ടത്. നമുക്കിത് 50 minutes കഴിഞ്ഞതിൻ്റെ റിവ്യൂ എന്ത് നമുക്ക് നോക്കാം. അപ്പം അതായത് ശരിക്കും എത്ര മണിക്കാണ് കളയേണ്ടത് നോക്കാമല്ല. 15 മിനിറ്റാണ് ശരിക്കും അതിൻ്റെ കാണിച്ചിട്ടുള്ളത്. ഞാൻ അതിൽ കൂടുതൽ വെച്ചോ എന്നൊക്കെ ചെറിയ ഡൗട്ട് ഉണ്ട്. പിന്നെ ചെറിയ ഫേസ് മാസ്ക് വളരെ വലുതായിക്കൊണ്ട് എനിക്കെന്തോ ശരിയാകുന്നില്ല, എക്സ്ട്രാ. അപ്പം നമുക്കിത് പിന്നെ റിമൂവ് ചെയ്യാം. ഇത് റിമൂവ് ചെയ്ത് ഫേസ് വാഷ് ചെയ്യണം. അതിന് ശേഷം മാത്രമേ നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടൂ. അപ്പോൾ ഞാനിതൊന്ന് പീല് റിമൂവ് ചെയ്ത് നോക്കാം. അപ്പം നമുക്കിതൊന്ന് എന്താ പറയുക, അപ്പം ഞാനിത് കഴുകാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ പാക്കറ്റ് ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കി. അതിലെന്ന് പറയുന്നത് നമ്മളിത് റിമൂവ് ചെയ്യുന്ന ടൈം അതിൽ എന്താ പറയുക, എനിക്കൊരു സിറം ആ ഒരു ടൈപ്പുണ്ടല്ലോ, അത് മൊത്തത്തിൽ അത് ഡ്രൈ ആവണം. അപ്പോൾ എനിക്കൊരു ടൈമില്ലാത്തതുകൊണ്ട് ഞാനിത് ചെയ്ത് വെച്ചാൽ മൊത്തത്തിൽ പിന്നെ അതിൽ സിറം തന്നെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇപ്പം എൻ്റെ ഫേസ് കുറച്ച് നനഞ്ഞ് ഒരിതിലാണുള്ളത്. അപ്പോൾ ഇതിന് ഒന്ന് ഡ്രൈ ആവുന്ന വരെ നമുക്കൊന്ന് കാത്തിക്കാം. ഇപ്പോൾ സമയം 9 മണിയായി. എനിക്ക് എത്രയോ പണിയുണ്ട് ഗൈസ്. ഞാൻ എന്തിലും ലേറ്റാണ്. ഏതൊരു കാര്യം ചെയ്യാൻ ഞാൻ വളരെ സ്ലോ ആയിട്ടുള്ള ഒരാളാണ്. അപ്പം ഇതിൽ ഇന്നലെ ചെയ്യേണ്ട പണി ഇന്നലെ ഉറക്കത്തിൻ്റെ കുറച്ച് ഇഷ്യൂ ആയിട്ട് കഴിയാത്തതുകൊണ്ട് അങ്ങനെ ഉറങ്ങിപ്പോയി. മടി കാരണം മെയിലാഞ്ചി പോലും വെച്ചിട്ടില്ല. എന്തായാലും ഗൈസ്, അപ്പം ഇത് ഉണങ്ങുന്ന വരെ നമുക്ക് കാത്തിക്കാം. ഇത് ഡ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഫാൻ്റെ ഇതിലും മറ്റേ നമ്മളെ തട്ടം. അപ്പം നമ്മൾ അടുത്ത് കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ നമ്മൾ ഗീവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട് കുറച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതിൽ 2 വിന്നേഴ്സായിരിക്കും ഉണ്ടാവല്. ഇതുപോലത്തെ റൂൾസ് തന്നെ ആയിരിക്കണം എന്നില്ല, ഡിഫറെൻ്റ് ആയിരിക്കും റൂൾസൊക്കെ. അപ്പം എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെയായിട്ടും ചാനലടിച്ച് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ വീഡിയോസും കാണുക. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പം എല്ലാവരും ഇതിൻ്റെ ഡ്രസ്സൊക്കെ എടുത്തെന്ന് വിചാരിക്കുന്നു. ഇതൊന്ന് ഡ്രൈ ആവട്ടെ. ഇപ്പോൾ പറഞ്ഞ വിഷയങ്ങൾ കഴിഞ്ഞാൽ ഇത് മിക്കവാറും ഉണങ്ങുന്ന പരിപാടിയില്ല. ഇതെങ്ങനെയെങ്കിലും ഉണക്കാൻ കഴിയുമെന്ന് പോയി നോക്കട്ടെ. അപ്പം ഗൈസ്, ഇത് അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് ഫേസ് വാഷ് ചെയ്യാം. അതുപോലെ തന്നെ ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാനൊന്ന് വേഗം പോയി ചെടപ്പുറത്തോട്ട് കുളിച്ചിട്ടും കൂടി വരാം. നെക്സ്റ്റ് നമ്മളെ ഗെറ്റ് റെഡി വിത്ത് മീ കൂടി നമുക്ക് ഉണ്ടാക്കാം. ഞാൻ പോയി ഒന്ന് കുളിക്കട്ടെ ഗൈസ്. അപ്പം ഗൈസ്, ഞാൻ കുളിച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാം. അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ
ഗ്ലൂട്ട ഹൈൻ്റെ മോയ്സ്ചറൈസറാണ്, വാസ്ലൈൻ്റെ ആണ്. അപ്പം ഇത് ഞാൻ ഫസ്റ്റ് ആ ഒരു ടൈം യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ആ ടൈമിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടായി. പിന്നെ ആ തേക്കിൽ കുറച്ച് കുറഞ്ഞുകൊണ്ട് പിന്നെ എല്ലാം പോയി. ഇത് കണ്ടിന്യൂസ് ആയിട്ട് തേക്കണം. നമ്മൾ മാവേലിൻ്റെ ഇപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നു പോകുക അങ്ങനെ തേക്കാൻ പാടില്ല. ഡെയിലി എവറി ഡേ. അപ്പോൾ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഇത് വാങ്ങിയതിന് ശേഷം ഞാൻ എവിടെ പോകുന്നുണ്ടെങ്കിലും ഇത് അപ്ലൈ ചെയ്യാറുണ്ട്. അതിന് മുമ്പ് ഇപ്പോൾ ഞാൻ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ പോലും സൺസ്ക്രീനോ മോയ്സ്ചറൈസറോ അങ്ങനെ ഒന്നും യൂസ് ചെയ്യില്ല. അപ്പം എന്താ പറയുക, ഈ ചൂടത്തൊക്കെ നല്ല ചൂടുള്ള ടൈമിൽ മുഖി ഇങ്ങനെ ചൂന്ന് വരും. ഇത് മൈൻഡാക്കൂല. അങ്ങനെ ഇത് വാങ്ങിയപ്പോഴാണ് ഫേസിന് കുറച്ച് ഇത് വന്നത്. എന്നാലും പിമ്പിൾസിന് വല്ല ഇത് കുറവൊന്നുമില്ല, അത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ആ ഫേസ് മാസ്ക് കിട്ടിയില്ല എന്ന് പറയുന്നത് വെച്ചാൽ നമുക്ക് വെളുത്തെന്ന് അങ്ങനെ തോന്നുന്നില്ല. എനിക്ക് മനസ്സിലാകുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്യും. പക്ഷെ ഇതിലെന്ന് വെച്ചാൽ എൻ്റെ ഇനി വരാൻ പോകുന്ന കുറച്ച് പിമ്പിൾസ് ഇത് താണ് പോയിട്ടുണ്ട്. എല്ലാം എന്തോ അവിടെ ഇല്ലാത്ത പോലെ ഇങ്ങനെ നമ്മളിങ്ങനെ കയ്യിനെ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ അങ്ങനെ തോന്നുന്നില്ല അതുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഇവിടെയുള്ള കുറച്ച് പിമ്പിൾസ് എല്ലാം മാറിപ്പോയിട്ടുണ്ട്. ഇതും പറഞ്ഞ ഫേസ് മാസ്ക് നല്ല തന്നെയാണ്. ഓരോ ആൾക്കാരുടെ റിവ്യൂ കണ്ടിട്ടാണ് ഇത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ചെയ്തപ്പോൾ എനിക്കും നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെ മോയ്സ്ചറൈസർ തേച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടും വളരെ ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. കാരണം ഞാൻ അങ്ങനെ ഓവർ മേക്കപ്പ് യൂസ് ചെയ്യില്ല. കാരണം എൻ്റെ സെൻസിറ്റീവ് സ്കിന്ന് ഓയിലി സ്കിന്നുള്ളായിക്കൊണ്ട് ഭയങ്കര പിമ്പിൾസ് കൂടി വരുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും ഓവർ യൂസ് ചെയ്യാറില്ല. അപ്പം നെക്സ്റ്റ് നമുക്ക് എവരിഡേയുടെ ഫേസ് ബ്രൈറ്റ് സിറമിൻ ക്രീം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ട്. അപ്പം ഇതും കൂടി ഒന്ന് നമുക്ക് യൂസ് ചെയ്തെടുക്കാം. അപ്പം അങ്ങനെ അത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെച്ചാൽ ഞാൻ എൻ്റെ ഇയറിങ്സ് മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും ഇട്ടിട്ടില്ല. ഞാൻ പുതിയൊരു 2 റിങ്സ് വാങ്ങിയിട്ടുണ്ട്. അപ്പം അതും കൂടി ഞാൻ കാണിച്ചു. അപ്പം ഇതാണ് ആ റിങ്സ്. ഇത് സെക്കൻഡ് സ്റ്റഡിന് ഇടാമെന്ന് വിചാരിച്ച്, അതുപോലെ തന്നെ ഇത് ഫസ്റ്റ് സ്റ്റഡിന് ഇടാമെന്ന് വിചാരിച്ച്. അപ്പം ഇതിനാണിപ്പോൾ നിങ്ങൾക്ക് എന്നു വെച്ചാൽ ഇത് ഒരു റിങ്, അതിൽ നമ്മളെ ചെറിയ സ്റ്റോൺസ് വരുന്ന ഡയമണ്ട് സ്റ്റോൺസ് പോലത്തത് വരുന്നതാണ്. അപ്പം തൽക്കാലത്തേക്ക് ഇത് വാങ്ങിയിട്ടുണ്ട്. അപ്പം ഈ ഡ്രസ്സിന് വെച്ചാൽ ഓവർ വലിയ ഇത് ലോങ് ആയിട്ടുള്ള ഇയറിങ്സ് അത്ര പറ്റില്ല എന്ന് വെച്ചുകൊണ്ട് ഞാൻ ഇത് വാങ്ങിയിട്ടുള്ളത്. അപ്പം നമുക്ക് ഫസ്റ്റ് നമ്മൾ സെക്കൻഡിൻ്റെ ഇട്ട് നോക്കാം. ഞാൻ ഇയറിങ്സ് ഇട്ടിട്ടുണ്ട്. നല്ല രസമുണ്ട്. എനിക്ക് തേർഡ് കൂടി കുത്തണം. അപ്പം ഇത്ര മാത്രം ഫേസിൽ അപ്ലൈ ചെയ്യുന്നില്ല. ഇനി ഓവറൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഐലൈനർ വരയ്ക്കാന്ന് വെച്ചാൽ ഐലൈനർ സത്യം പറഞ്ഞാൽ വരച്ചാൽ എനിക്ക് ബോറാണ്. അവിടെ അതിന് ഐലൈനർ വരയ്ക്കുന്നില്ല. പിന്നെ വെച്ചു മസ്കാര ഇടാന്ന് വെച്ചാൽ എൻ്റെ ഐലാഷസ് എന്ന് പറയുന്നത് കുറച്ച് ഭയങ്കര വലുതാണ്, മാത്രമല്ല അടുപ്പിച്ചും കൂടെ. അപ്പം നമ്മൾ ഡ്യൂപ്പ് വെച്ചതുപോലെ ആ ഇതാണ്. നിങ്ങൾ നേരിട്ട് കണ്ടാൽ മനസ്സിലാവും. എല്ലാം ലേറ്റ് ആയിട്ടിടാം. അതുകൊണ്ട് ഇനി നെക്സ്റ്റ് എനിക്ക്
മുടി നമ്മളൊന്ന് കെട്ടാണെന്നാൽ ഭയങ്കര ബോറാവും. പിന്നെ ഞാൻ ഈ ഒരു റിങ് ഇട്ടിട്ടുണ്ട് കണ്ടില്ല. നെക്സ്റ്റ് വൺ ഞാൻ വിചാരിച്ചത് എനിക്കൊരു എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എൻ്റെ കസിൻ എനിക്ക് തന്നതാണ് ഈ ഒരു ബ്രേസ്ലെറ്റ്. ഇതും കൂടി നമുക്ക് ഇട്ട് നോക്കാം. അപ്പം നമുക്ക് കണ്ടില്ല ഗൈസ്, റോസ് ഗോൾഡിൻ്റെ ആണ്. എനിക്ക് ഇങ്ങനത്തൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമുക്കെല്ലാം സിമ്പിളായിരിക്കണം. ഇപ്പം ഇതെന്ന് പറയുമ്പോൾ നോക്കിയാൽ അവിടെ ഇത് ഇന്തരാവാണെങ്കിൽ വിചാരിച്ചു കാരണം. നെക്സ്റ്റ് വെച്ചാൽ ഞാൻ വിചാരിച്ചു കുറച്ച് ബ്ലഷ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ബ്ലഷ് ഇടാം ഗൈസ്. ഇതാണ് ഗൈസ് എൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് ബ്ലഷ്. ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു കളറാണ്. എടുക്കാം, ലൈറ്റായിട്ട് എടുത്താൽ മതി. ഇട്ട് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഹെയർ ലുക്കിലേക്ക് പോകാം. ഹെയർ ലുക്ക് ഒന്നുമില്ല, വളരെ സിമ്പിൾ പോണി ടൈം ഇത്ര ഉള്ളൂ. അപ്പം മുടി മൊത്തത്തിൽ ചെട പിടിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ പോണി ടൈലും കൂടി കെട്ടാം. നമ്മുടെ ലിപ്സ്റ്റിക്കില്ലേ, നമ്മുടെ മെയിൻ എല്ലാവരതും, ഇത് നമുക്ക് ലാസ്റ്റ് സൈഡ് ലുക്കിൻ്റെ അവിടെ നിന്ന് ഇടാൻ വിചാരിച്ചു. അപ്പോൾ ഞാനീ പെരുന്നാൾക്ക് ഹെയർ കട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ പറഞ്ഞേ നീ യു കട്ട് അടിച്ചോ എന്ന് പറഞ്ഞേ, അല്ലെങ്കിൽ ബട്ടർഫ്ലൈ കട്ട് അടിച്ചോ എന്നൊക്കെ പറഞ്ഞാൽ കുറേ നാളായി ഉമ്മാനും പനി പ്രാന്തൊക്കെ അങ്ങ് മുടി മുറിക്കണം. പക്ഷെ ഇന്നലെ പെട്ടെന്ന് വരുമ്പോഴത്തേക്കും അവൻ്റെ മൂടിന് സെറ്റാക്കില്ലേ. ഞാൻ പറഞ്ഞു വേണ്ട മുറിക്കണ്ട, വളർത്തിൻ്റെ കഷ്ടപ്പാടല്ല, എനിക്കെല്ലാം അറിയുന്നതെല്ലാം പറഞ്ഞിട്ട് ഞാൻ പിന്നെ മുറിച്ചിട്ടില്ല. മുറിക്കണം എന്നുണ്ട്, കാണുന്നു എത്രയുണ്ട് കാണിച്ചാൽ. അപ്പം ഫസ്റ്റ് ഞാൻ ജസ്റ്റ് ഈ ഒരു റിബണ് ത്രെഡ് ആയിട്ടുള്ള ചെറിയ റിബണ്ണെ കൊണ്ടാണ് ഫസ്റ്റ് കെട്ടുന്നത്. ഓവർക്കം വലിയ പോണിറ്റെയിൽ ചെയ്യണമെന്നുണ്ട്, പക്ഷേ വലിയ പോണിറ്റെയിൽ നല്ല ബോറാവുന്ന അറിയാം. അതിൻ്റെ കൂടെ കെട്ടി നമുക്ക് ഈ ഒരു റിബണ്ണെ കൊണ്ടിട്ടപ്പോൾ ഇങ്ങനെ കെട്ടണമെന്ന് വെച്ചിട്ട് ഇനി നമുക്ക് നമ്മുടെ ലിപ്സ്റ്റിക്കിലേക്ക് എടുക്കാം. ദാറ്റ് ഈസ് മെയിൻ. ഇതാണ് എൻ്റെ ലിപ്സ്റ്റിക്. എൻ്റെ പേരെന്തേലും ഗേൾ പവർ 10 ആണ് ഇതിൻ്റെ ഷെയ്ഡ്. കാണില്ല ദീസ്. ഇതെന്താ നോക്കണ്ട, ഇന്നലെ രാത്രി ഉമ്മാക്ക് മെയിലാഞ്ചി കൊടുക്കുമ്പോൾ ഇതാണ്. ഞാൻ മെയിലാഞ്ചി അടിച്ചില്ല, ഞാൻ പോയി കിടന്നുറങ്ങിയിട്ട്. അപ്പം നമുക്ക് ലിപ്സ്റ്റിക് ഇടാം. ലിപ്സ്റ്റിക് ലൈറ്റായിട്ട് ഇടുള്ളൂ, കാരണം ഫുഡ് കഴിക്കാണ്ട്. ഫുഡ് കഴിച്ചിട്ട് ഇനി നല്ല ലിപ്സ്റ്റിക് ഇടാം. പിന്നെ അതിൻ്റെ ഇതിന് മാച്ചായിട്ട് ഞാൻ ഓഫ് വൈറ്റ് ഷാൾ. ഇങ്ങനെ കുട്ടിയാണ് എങ്ങനെ ഉണ്ടെന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇങ്ങനെ പൊതിച്ചിട്ടുണ്ടോ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ഇടാം. അപ്പോൾ ഫോട്ടോസൊക്കെ ഓൺ ദ വേ ആണ്. പിന്നെ ഞാൻ പുതിയ ബ്രേസ്ലെറ്റ് ഇട്ടു, കമ്മലിട്ടു, റിങ് ഇട്ടു. ബട്ട് ഞാൻ മാല മാത്രം മാറ്റിയില്ല. ബട്ട് ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മാലയാണ്, എൻ്റെ പേര് എഴുതിയിട്ടുള്ളതാണ്.
അതുകൊണ്ട് ഒക്കെ മാല ഇല്ലായിട്ടില്ല, നമുക്ക് 2-3 എക്സ്ട്രാ ഓൾറെഡി ഉണ്ട്. പക്ഷേ എനിക്കിത് ഫേവറേറ്റ് ആണ്. ഇത്രയും ഫേവറേറ്റ് കൊണ്ടാണ് ഇതാണ് ഉള്ളത്. അപ്പം ലാസ്റ്റ് നമുക്കൊരു പെർഫ്യൂമിൽ ഗെറ്റ് റെഡി വിത്ത് മീ അവസാനിപ്പിക്കാം. അങ്ങനെ എല്ലാവരും കുളിച്ച് റെഡി ആകുമ്പോഴത്തേക്ക് ബിരിയാണി ഇതാ ദമ്മിട്ടിട്ടുണ്ട്. ബീഫ് ബിരിയാണിയാണ് ഈ പ്രാവശ്യം ഉണ്ടാക്കിയത്, പിന്നെ ചില്ലി ചിക്കനാണ്. അങ്ങനെ ബിരിയാണി ഞാൻ ഏകദേശം ദമ്മിട്ട് സെറ്റാക്കി. അതിൻ്റെ മുകളിലേക്ക് നല്ല സ്മെല്ലിന് വേണ്ടി നമ്മൾ ഗരം മസാല ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിനുശേഷം പിന്നെ നമ്മളെ ആണുങ്ങളാരുമില്ലല്ലോ, അതുകൊണ്ട് തന്നെ കുളിച്ച് റെഡിയായി ഫുഡ് കഴിക്കുകയാണ്. പിന്നെ നമ്മളിവിടെ ഉണ്ടാക്കിയത് ഞാൻ അലിസി ആക്കിയിട്ടുണ്ട് അതിനെ. പിന്നെ ഭയങ്കര ഒരു ആഗ്രഹം അലിസി ആക്കണം. ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നത്, പക്ഷേ അടിപൊളി അതിനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് എവിടെ പോയിട്ടൊന്നുമില്ല, ചൂടല്ലേ ഭയങ്കര. വീട്ടിൽ തന്നെയാണ് ഫുഡ് കഴിച്ച് കിടന്നുറങ്ങി. പിന്നെ ഞാനിതാ കുറച്ച് അലിസി എടുത്തിട്ടുണ്ട്, അത് ഞാൻ കഴിക്കണം. അപ്പോൾ മോനെടുത്താണ്, മോനക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല അലിസ, വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇതാ തിരിഞ്ഞോടിയിട്ടുണ്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ പുഡിങ് ഒരു 3 ഐറ്റംസ് പുഡിങ് ഉണ്ടാക്കിയതിന്. ആ പുഡിങ്ങും കൂടി ട്രൈ ആക്കിയിട്ടുണ്ട് അതിന്. മാംഗോ പുഡിങ്ങും പിന്നെ കസ്റ്റേർഡ് പുഡിങ്ങും ഇളനീർ പുഡിങ്ങാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അലിസ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉണ്ടാക്കിയത്. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യാം. നല്ല ടേസ്റ്റ് എന്ന് വിചാരിച്ച കുക്കറിൽ ഉണ്ടാക്കിയതിന് ശരിക്കും കല്യാണ വീട്ടിൽ അതേ സെയിം ആയിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല നമ്മൾ വാങ്ങുമ്പോൾ നല്ല ഗോതമ്പ് വാങ്ങിയാൽ മതി, അതൊരു ഓവർനൈറ്റ് നമ്മൾ കുതിർത്ത് വെച്ച് അടിപൊളിയായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അങ്ങനെ ഇതാ പിന്നെ കുറച്ച് ഫോട്ടോസിലും കാര്യങ്ങളെല്ലാം എടുത്ത് പിന്നെ ഫുഡെല്ലാം കഴിച്ച് കുറേ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പുഡിങ് കഴിച്ചത്. ഇതാണ് ആ 3 ഐറ്റംസ് പുഡിങ്, കണ്ടില്ലേ, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇതുണ്ടാക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പുഡിങ്ങാണ്. ഒരു പാർട്ടിയെല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു മാക്സിമം പോയ 1/4 മണിക്കൂർ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. പിന്നെ ഇത് സെറ്റാവാനുള്ള ടൈം കൂടിയേ വേണ്ടേ. അപ്പോൾ ഇതാണ് ആ പുഡിങ്. അപ്പോൾ നമ്മളിതൊന്ന് ട്രൈ ആക്കി നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ പുഡിങ്ങാണ് ഇത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തില്ല, ഈ വീഡിയോയ്ക്ക് ശേഷം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളതും കൂടി കണ്ടുനോക്കുക. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. പിന്നെ ഇതിൽ നമ്മുടെ ഈ മാംഗോ പുഡിങ് നമുക്ക് തീ പോലും കത്തിക്കാൻ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കുകയാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണാം നമുക്ക്. ടാറ്റാ.